ഹലോ ഗൈസ്, എല്ലാവരും വിഷുവിൻ്റെ ഓട്ടപ്പാച്ചിലായിരിക്കും എന്നറിയാം. എങ്കിലും വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് വിഷു കണി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ ഞാൻ വിഷു കണി ഒരുക്കിയതെന്നുള്ളത് പെട്ടെന്നൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിഷു കണിയുടെ മെയിൻ പോർഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഉരുളിയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ നിരത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിലോട്ടേക്കാണ് പിന്നെ കിടന്നത്. അപ്പോൾ കണി വെള്ളരിയും ചക്കയും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് അത് ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, ഷമാം ഉണ്ടായിരുന്നു, സിട്രസ് ഉണ്ടായിരുന്നു, തേങ്ങ ഉണ്ടായിരുന്നു, പച്ച മാങ്ങ ഉണ്ടായിരുന്നു, പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു, അനാറുണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, പച്ചമുന്തിരി ഉണ്ടായിരുന്നു, കദളിപ്പഴം ഉണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്ന് രണ്ട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴത്തേക്ക് ഉരുളി നിറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഞാൻ ചെറിയ രീതിയിലുള്ള റീഅറേഞ്ച്മെൻ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇത്രയും സാധനമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൊന്ന വെച്ചു, അതേപോലെ മയിൽപ്പീലി വെച്ചു. കൃഷ്ണൻ ചെറിയ കൃഷ്ണനായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ടൊന്ന് ഉയർത്തി വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കൊന്ന കൊണ്ടൊരു കണി ഒരുക്കുന്നത്. അത് ഒരു പ്രത്യേകമായിട്ടുള്ള കണിയൊരുക്കലാണ്. പിന്നെ താലം സെറ്റ് ചെയ്തിട്ടുണ്ട്. താലത്തിൽ കോടിമുണ്ട് വെച്ചിട്ടുണ്ട്, സ്വർണം വെച്ചിട്ടുണ്ട്, പൈസ വെച്ചിട്ടുണ്ട്, പിന്നെ കുങ്കുമം, വാൽക്കണ്ണാടി, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ നെല്ലുണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ കുത്തരിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ താളിയോല ഗ്രന്ഥം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണി ഒരുക്കിയിട്ടില്ലെങ്കിൽ വേഗം ഇതൊക്കെ നോക്കി ഒന്ന് കണി സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.